കരുത്തുറ്റ ഒരു പിടി മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ചലച്ചിത്ര നടിയാണ് മഞ്ജു വാര്യർ. 14 വർഷത്തിന് ശേഷം വെള്ളിത്തിരയിലേക്കുള്ള പ്രവേശനം ആഘോഷമാക്കിയവരാണ് മലയാളികൾ. താരത്തിൻ്റെ തിരിച്ചുവരവ് അത്രയും പ്രതീക്ഷ നൽകിക്കൊണ്ടായിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തൻ്റെ വരവറിയിച്ച മഞ്ജു പിന്നീടങ്ങോട്ട് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. സിനിമാ തിരഞ്ഞെടുപ്പുകളിലും ലുക്കിലും സംസാരത്തിലുമൊക്കെയുള്ള മഞ്ജുവിൻ്റെ മാറ്റവും പക്വതയും പലപ്പോഴും ചർച്ചയായി. ഇനി മഞ്ജു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് പുതിയ വാർത്തകൾ. തമിഴിൽ വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുമാറ്റം ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതാ മലയാളത്തിൽ നിന്ന് മഞ്ജു വാര്യരും. മഞ്ജു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകൾ പ്രമുഖ മലയാളം ചാനലുകൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായി മഞ്ജു വാര്യർ നിൽക്കുമെന്നാണ് വിവരം. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി മത്സരിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിരിക്കുകയാണ്. സിനിമാ ജീവിതത്തിൽ മഞ്ജുവിന് ഏറ്റവും അടുപ്പമുള്ള ഇന്നസെന്റ് നിന്ന് മത്സരിച്ച അതേയിടത്തേക്കാണ് ഇപ്പോൾ നടിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നത്. സിനിമയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം മഞ്ജു സിനിമയിൽ മാത്രമല്ല സാമൂഹിക പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളിലും സജീവമായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ, ഷീ ടാക്സി, പിങ്ക് പോലീസ്, കുടുംബശ്രീയുടെ ജൈവകൃഷി പദ്ധതി, ഹോർട്ടികോർപ്പ്, നൈപുണ്യ വികസന പദ്ധതികൾ തുടങ്ങിയ സർക്കാർ സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറാണ് മഞ്ജു ഇപ്പോൾ. കരിയറിൽ താരം മലയാളം വിട്ട് തമിഴിലും ഹിന്ദിയിലുമെല്ലാം സജീവമായി നിൽക്കുന്ന സമയമാണിത്. രജനീകാന്തിൻ്റെ വേട്ടയ്യാൻ ഉൾപ്പെടെ 2 തമിഴ് സിനിമകൾ കരാർ ചെയ്തിട്ടുണ്ട്. അമൃത് പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്കും അരങ്ങേറുന്നു. ഫൂട്ടേജ്, എമ്പുരാൻ എന്നിവയാണ് ഇനി മലയാളത്തിൽ വരാനിരിക്കുന്ന മഞ്ജു വാര്യർ ചിത്രങ്ങൾ. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.